വെൽക്കം ബാക്ക്. താങ്ക് യു സോ മച്ച് മാൻ. ഒപ്പം എന്താ വേറൊരാളെയും കൂടി വെൽക്കം ചെയ്യട്ടെ. നമ്മളെ ഇവിടെ നമ്മുടെ നൈലയെ നായികയാക്കി കൊണ്ടുപോയി അഭിനയിപ്പിച്ച് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് വന്നോണ്ടിരുന്നതാണ്. ഇപ്പൊ കുറച്ച് നാളൊരു ഗ്യാപ്പ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. രഞ്ജിത്തേട്ടാ വെൽക്കം ബാക്ക്. സുഖാണോ? സുഖായിരിക്കുന്നു. വീണ്ടും അടുത്ത ആദ്യം ഞാൻ ഇത് നമ്മുടെ ജനങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യം. നമുക്ക് കഴിഞ്ഞ വിഷുവിന് അല്ലെങ്കിൽ ഈ പെരുന്നാൾ വിഷു കാലഘട്ടത്തിൽ ഒരു 3 സിനിമകൾ റിലീസാവുന്നു. അതിൽ 2 സിനിമകൾ ഭയങ്കര ഹൈപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പം നമുക്കറിയാം ആ 2 സിനിമകളും ഭയങ്കരമായിട്ട് കയറി ഇത് ചെയ്യും. പക്ഷെ ഇതിനിടയിൽ ഒരു സിനിമ വന്ന് ഈ 2 സിനിമകളോടൊപ്പം ഫൈറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച അഭിപ്രായം നേടി മുന്നേറുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിനാദ്യം കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു തുടങ്ങട്ടെ നിങ്ങൾക്ക് 2 പേർക്കും. കാരണം അതിനകത്ത് ഇപ്പം ഉണ്ണി ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ആദ്യം ഡയറക്ടറിലോട്ട് ആ ക്വസ്റ്റ്യൻ പോകണം. കാരണം ഉണ്ണി ഇന്നലെ അത് പറഞ്ഞതാണ്. പേരിട്ടപ്പോൾ തൊട്ട് തുടങ്ങിയ വിവാദങ്ങൾ, അതായത് ജയ് ഗണേഷ്. അത് എനിക്ക് തോന്നുന്നു അതിന്റെ പ്രധാന കാരണം ഇപ്പം ജയ് ഗണേഷ് എന്ന് ഇട്ടിട്ട് ഇപ്പൊ വേറൊരാളെയാണ് നിങ്ങൾ ഹീറോ ആക്കിയിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ വിവാദങ്ങൾ വന്നില്ല എന്ന് തന്നെ വരാം. പക്ഷേ കറക്റ്റ് ടൈം ഇത് മിത്ത് വിവാദം വന്ന സമയം അതേ സമയത്ത് തന്നെ ഉണ്ണിയ നായകനായി ജയ് ഗണേഷ് എന്ന് പറഞ്ഞ പടം വരുന്നു. രഞ്ജിത്തേട്ടൻ എന്തായിരുന്നു? രഞ്ജിത്തേട്ടൻ എത്രയോ നാൾ മുമ്പ് ഉണ്ണിയുടെ അടുത്ത് കഥ പറഞ്ഞില്ല. അത് ഇന്ന് പോയിട്ട് കഥ പറഞ്ഞിട്ട് നാളെ മറ്റേ വിവാദം വരികയല്ലേ, എന്നാൽ നമുക്ക് സിനിമ ചെയ്യാമെന്നല്ലല്ലോ അത് ഉണ്ടായിരിക്കുക. സ്വാഭാവികമായിട്ടും ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. പക്ഷെ എന്തായിരുന്നു രഞ്ജിത്തേട്ടൻ അന്ന് തോന്നിയത്? വിവാദം വന്നപ്പോഴോ എനിക്ക് സന്തോഷമായിരുന്നു. അല്ല, എനിക്ക് ആ വിവാദം ഉണ്ടാക്കിയൊരു കുറ്റം പറയാൻ തോന്നിയില്ല. കാരണം അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കറക്റ്റാ. കാരണം ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചു സ്വാഭാവികമായും ഒരു വലിയ വിവാദത്തിലേക്കാണ് രഞ്ജിത്ത്. ഏതിലേക്കാ കഴിഞ്ഞിട്ട് പിന്നെ സ്വർഗത്തിലേക്ക് പോകുള്ളൂ. അല്ല, അത് ഇറ്റ്സ് ഓൺലി നാച്ചുറൽ. നമ്മളൊരു ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ വിവാദം ഉണ്ടായിരിക്കുക. അതിന് കുറച്ച് കഴിയുമ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു പേര് അനൗൺസ് ചെയ്തിരിക്കുക. അപ്പൊ അതിൽ ഉണ്ണിയൊക്കെ അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നും. അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് തോന്നും. അതെ, തോന്നുന്നതിന് കുറ്റം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പൊ പക്ഷേ അതിലെ യാഥാർത്ഥ്യം അതെ, പക്ഷെ അതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഈ വിവാദം ഉണ്ടാവുന്നതിനേക്കാളും 1-2 മാസം മുമ്പ് ഈ ടൈറ്റിൽ ഫിലിം ചേംബർ രജിസ്റ്റർ ചെയ്തായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വല്ല ഇല്ലുമിനാറ്റിയൊക്കെ ആവണം ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കി അതുകൊണ്ട് ആക്ച്വലി ഇത് 1-2 അതിനൊക്കെ കുറെ നാൾ മുമ്പ് ഭാഗ്യത്തിന് അത് ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്യാൻ കാരണം ഈ ടൈറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര കമേഴ്ഷ്യൽ ടൈറ്റിലായിട്ട് തോന്നി. അപ്പോൾ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആണ് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായത്. അതിനൊക്കെ പിന്നെ നമ്മൾ സിനിമ അനൗൺസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളൊരു ഷൂട്ട് ചെയ്യുന്നതിന് ഇത്ര ദിവസം മുമ്പ് അങ്ങനെയൊക്കെ അനൗൺസ് ചെയ്യാം. എല്ലാം കൂടെ ശരിയായി വരുന്ന സമയത്ത് അനൗൺസ് ചെയ്യാം. അപ്പോൾ അനൗൺസ് ചെയ്ത സമയത്ത് ആ കൂടി അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതിനാണ് പിന്നീട് നിങ്ങൾ അന്ന് ഗുരുവായൂർ പോയതെന്ന് തോന്നുന്നല്ലേ? നമ്മൾ കണ്ടത് ഇതിനു വേണ്ടി മറ്റേ ഇതാണോ? കാരണം ഉണ്ണി ഇന്നലെ പറഞ്ഞതാണ് ഏറ്റവും വലിയ കാര്യം. ഉണ്ണി പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കത് ഒന്നും തോന്നില്ല. കാരണം ഫ്രീ മൈലേജ് ആണ് അല്ലേ? ആക്ച്വലി ഇറ്റ് ആഡഡ് ഓൺ ടു ദ നെയിം അല്ലേ? ഒരു പേരിന് കൂടുതൽ ആക്കം കൂട്ടുകയല്ലേ ചെയ്തത്? അല്ല, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇതെന്താ പറയുക, ഇത് ഒരു പരിധിക്കപ്പുറത്ത് എൻ്റെ കൺട്രോളുള്ള കാര്യങ്ങളല്ല. നമ്മുടെ കൺട്രോളുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല കഥ കണ്ടുപിടിക്കുക, അതിൽ ആക്ട് ചെയ്യുക, ആൻഡ് നല്ല പ്രൊഡക്റ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അത് മാന്യമായ രീതിയിൽ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ വലിയ റിലീസുകളൊക്കെ വരുമ്പോഴും എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ, ഞാൻ വിശ്വസിക്കുന്നു ഈ സിനിമയ്ക്ക് ഏറ്റവും ഉചിതമായ ഡേറ്റ് ഇതാണ്. ബിക്കോസ് ഒരു ഫാമിലി സിനിമയാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, വെക്കേഷൻ സമയമാണ്. സോ വാട്ട് ബെറ്റർ ദെൻ വിഷു എന്ന് റിലീസ് വരുമ്പോൾ. അപ്പോൾ ഇതൊക്കെ എൻ്റെ കൺട്രോളുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഭംഗിയായിട്ട് ചെയ്തു എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ബാക്കിയെല്ലാം ടോട്ടലി നോട്ട് ഇൻ മൈ കൺട്രോൾ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞതുപോലെ എൻജോയ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പോയിന്റിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് ഉണ്ണി ആയതുകൊണ്ട് ഇതൊരു വിവാദമായി, ഞാനത് അത്രയും അതായിട്ട് എടുക്കുന്നു, ഞാനായതുകൊണ്ട് എന്തുകൊണ്ട് വിവാദമായി എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പക്ഷെ വേറെ ആളായിരുന്നെങ്കിൽ വേറെ ആരും അത് ഏറ്റെടുക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സോ ദാറ്റ്സ് എ സാഡ് തിങ് ഫോർ മീ. ഞാനിപ്പോൾ ഇന്ന് വേറെ പ്രസ് മീറ്റിൽ പറഞ്ഞു, ഇത് ഞാൻ ഇന്ന് നടൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ്. ഐ ഫീൽ ഒരു 2 വർഷം കൂടി ഇതിങ്ങനെ നടക്കും. പിന്നെ ആൾക്കാർക്ക് ബോറടിക്കും എന്ന് വെച്ചാൽ ഇവന് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറൊന്നും പറയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഭാഗ്യകെട്ടവൻ
വേറൊരു നടനിലേക്ക് വേറെ ഏതിലേക്ക് പോകും. ഞാൻ വെയിറ്റ് ചെയ്യാം ആരെങ്കിലൊക്കെ വന്ന മറ്റേ ട്രോഫി അങ്ങോട്ട് കൊടുക്കാന്നല്ലേ. അല്ലെ അതിനകത്ത് ഞാൻ പറഞ്ഞ വെച്ചാൽ ഫസ്റ്റ് ടൈം എവർ ആണല്ലോ ഉണ്ണി ഒരു ഡിഫറently ഏബിൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഒരിക്കലും അതാണ് പറഞ്ഞത്, എപ്പോഴും ഉണ്ണിയുടെ ശാരീരിക എന്താ പറയുന്ന മാക്സിമം അത് യൂസ് ചെയ്യുക എന്നുള്ളതാണല്ലോ എല്ലാവരും ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു എപ്പോഴൊക്കെ ഉണ്ണി അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. മേപ്പടിയാണ്. അതായത് ഉണ്ണി ആദ്യമായി വയറൊക്കെ വെച്ച് വന്നപ്പോ അത് സൂപ്പർ ഹിറ്റാണ്. മലയപ്പുറത്തിന്റെ കാര്യം വേറെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഡിഫറently ഏബിൾഡ് ആയിട്ട് വരുമ്പോ അടുത്തൊരു സൂപ്പർ ഹിറ്റ് വരുന്നു. അല്ല ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഒരു ജെന്യുവിൻ എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ സക്സസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മാത്രമല്ല ഡെഫിനറ്റ്ലി എൻ്റെ ഇനീഷ്യൽ കരിയറിൽ ഞാൻ ഒരു ടൈപ്പ് ഓഫ് ആക്ടറാണെന്ന് എൻ്റെ അടിച്ചേൽപ്പിച്ചപ്പോൾ 2018 എടുത്ത തീരുമാനമാണ് ഞാനത് മാറ്റും. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. 2024 ആകുമ്പോഴേക്കും ഐ തിങ്ക് ഓവർ ഡോസ് ഓഫ് നന്മയായി പോയി എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് 2024 മെയ് മാസം മുതൽ നമ്മുടെ ആക്ഷൻ സിനിമകളിലേക്ക് തിരിച്ചു പോവാം. സോ ദാറ്റ്സ് ദി ബെസ്റ്റ് പാർട്ട്. പിന്നെ ഈ ക്യാരക്ടറിൻ്റെ ചലഞ്ച് എന്ന് വെച്ചാൽ പൊതുവേ ആൾക്കാർ ബോഡി ലാംഗ്വേജും ഇതൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു വീൽ ചെയറിൽ കൺഫൈൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ശരീരം വെച്ചിട്ട് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടുള്ളൊരു അഭിനയമൊന്നുമില്ല. ദെൻ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഒരു എന്താ പറയുക ഇത്രയും ടൈറ്റിൽ പോകുന്ന ക്യാരക്ടറായി മാറി. അത് ദാറ്റ് വാസ് എ ഗ്രേറ്റ് ചലഞ്ച്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിലാണ് ഇപ്പോൾ റിവ്യൂസ് എൻ്റെ ഇമോഷണൽ ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് ഐ ഹവ് കം ഔട്ട് ഓഫ് ഇറ്റ് ആസ് എ ബെറ്റർ പേഴ്സൺ എന്ന് പറയാം. അതാണ് അബ്സല്യൂട്ട്ലി. നേരത്തെ ഇന്നലെ നമ്മൾ ഉണ്ണിയോട് സംസാരിച്ചപ്പോൾ ഉണ്ണി പറഞ്ഞതാണ് രഞ്ജിത്ത് ശങ്കർ സിഗ്നേച്ചർ ഉണ്ട് ആ പടത്തിൽ എന്നുള്ളത്. രഞ്ജിത്തിന്റെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു സോഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം അതിപ്പോൾ പ്രേതം പോലെ ഒരുപക്ഷെ ഒരു എന്താ പറയുക ഒരു വളരെ നമുക്ക് സൂപ്പർഫിഷ്യൽ ഒരു സ്റ്റോറി പറയുമ്പോഴാണെങ്കിൽ കൂടിയും അതിനകത്തും പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഇൻ്റർനെറ്റ് യൂസേജിൻ്റെയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ എപ്പോഴും ഉണ്ടാവും. ഇതിനകത്ത് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഡിഫറെൻ്റ് ഏബിൾ പേഴ്സണിൻ്റെ ഒരു പ്രശ്നം പറയുന്നുണ്ടെന്നുള്ളത് അറിയാം. പക്ഷെ അതല്ലാണ്ട് ഒരു അണ്ടർലൈങ് സോഷ്യൽ ഇഷ്യൂവും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് അല്ലേ? അതെന്താണെന്ന് തിയേറ്ററിൽ പോയി കാണണമെന്നല്ലേ പറയുന്നത്. പ്ലീസ്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു ക്യാരക്ടറിലൂടെ എത്തിപ്പെട്ടത്? ആദ്യം തന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ നേരത്തെ തമാശയായിട്ട് പറഞ്ഞ ആക്ച്വലി ഇപ്പോൾ ഗണേഷ് എന്ന് പറയുന്ന ആള് നമ്മളെപ്പോലെയൊക്കെ തന്നെ ഉള്ളൊരു പയ്യനാണ് ആയിരുന്നു. അയാൾ കോളേജിൽ പഠിക്കുമ്പോൾ അയാൾക്കൊരു ബൈക്കറാവണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ അയാളുടെ അച്ഛൻ ഒരു ബൈക്കറാണ്. അച്ഛൻ ഒരു നാട്ടുമ്പുറത്തുള്ള ഒരാളാണ്, പക്ഷേ ബൈക്ക് ഡ്രൈവ് ചെയ്ത് ഒരു ഇന്ത്യ മുഴുവനൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പുള്ളി ബൈക്ക് എടുത്ത് ഓടിച്ചപ്പോൾ ആക്സിഡൻ്റ് ആയി. പുള്ളി പാരലൈസ്ഡ് ആവാണ്. വൺ മൊമെൻറ്റ് ലൈഫ് ചേഞ്ചസ്. അപ്പോൾ അയാൾ നമുക്ക് രണ്ട് കാര്യമുണ്ട്. നമ്മുടെ ലൈഫിൽ ട്രാജഡി ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഹിഡൻ ടാലൻസ് നമ്മൾ ഡിസ്കവർ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അയാൾ ബേസിക്കലി ഹി വാസ് എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ അയാൾ വെറുതെ ഇരിക്കുകയെന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഫ്രണ്ട്സില്ല, ഒന്നുമില്ലല്ലോ. ആ സമയത്ത് അയാളുടെ ആർട്ടിസ്റ്റിക്കൽ ടാലൻസ് ഉപയോഗിച്ചിട്ട് അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ് ആക്ച്വലി ജയ് ഗണേഷ്. അതുകൊണ്ട് ഞാൻ ടൈറ്റിലേക്ക് തിരിച്ചു വന്നത്. ലൈക്ക് എന്തുകൊണ്ടത് ആപ്റ്റ് ടൈറ്റിലാവുന്നു എന്ന് വെച്ചാൽ സോ ജയ് ഗണേഷ് ഈസ് ബേസിക്കലി കാർട്ടൂൺ ക്യാരക്ടർ വിച്ച് ഇസ് ക്രിയേറ്റഡ് ബൈ ഗണേഷ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ചോട്ടാ ഭീം എന്നൊക്കെ പറയില്ലേ, ചോട്ടാ ഭീമിന് ലഡു കഴിക്കുമ്പോഴാണ് പവർ കിട്ടുന്നത്. ഇയാൾക്ക് ജയ് ഗണേഷിന് ആക്ച്വലി വെള്ളത്തിൽ പോകുമ്പോഴാണ് പവർ കിട്ടുന്നത്. അത് ഇയാളുടെ ലൈഫായിട്ടും ബന്ധമുണ്ട്. ഇപ്പം നമ്മൾ ഇതുപോലത്തെ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ കുറച്ച് നോർമലായിട്ട് ഫീൽ ചെയ്യുന്നത് വെള്ളത്തിലാണ്. ഇപ്പോൾ സ്കാലെ കുറച്ച് മൂവ്മെൻ്റൊക്കെ ഒരു ഫീൽ ചെയ്യും. ഇപ്പോൾ വാട്ടർ തെറാപ്പി എന്ന് പറയുന്ന സാധനം പോലെയാണ്. അപ്പം ഞാൻ ആദ്യം ജയ് ഗണേഷ് ആലോചിച്ചപ്പോൾ ഒരു കുട്ടിയായിരുന്നു. കുട്ടി വെള്ളത്തിൽ നിന്ന് വരുമ്പോൾ വലിയ ആളായി വരും, അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ചുകൂടെ വലുതാക്കി. അതെന്താ കാരണം വെച്ചാൽ എനിക്ക് ഓർമ്മ ഉന്നോട് അല്ല ഇപ്പോഴും നമ്മൾ മാറ്റിയിട്ടില്ല. ഉണ്ണിയല്ലേ വിളിച്ചിരിക്കണ ഉണ്ണി അല്ല 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 അങ്ങനെ അങ്ങനെയായിരുന്നു ഉണ്ണി. അതെ ഉണ്ണി. അത് മാറ്റാൻ അല്ല അതിന് മാറ്റാൻ കാരണം എന്താ വെച്ചാൽ ഉണ്ണിയാണ് അതിന് കാരണം. ഉണ്ണിക്ക് മനസ്സിലായിട്ടില്ല അതിന് കാരണം ഉണ്ണിയാണെന്നുള്ളത്. അല്ല ഞാൻ ഉണ്ണിയോട് കഥ പറയുമ്പോൾ ആക്ച്വലി ഈ ക്യാരക്ടറിന് ആക്സിഡന്റ് പറ്റുന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അതിൽ അച്ഛൻ്റെ ഒരു ആംഗിൾ ഉണ്ടായിരുന്നു. ബിക്കോസ് അച്ഛൻ ബൈക്ക് ഓടിക്കുമ്പോൾ അച്ഛൻ റെസ്പോൺസിബിൾ ആണെന്ന് അച്ഛന് തോന്നുന്നൊരു ആംഗിളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണി പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ ചെറിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അയാളുടെ കാല് പിന്നെ വളരില്ല. അപ്പോൾ അത് ഭയങ്കര പാടാണ്. പുള്ളിയുടെ കാലോടെ ഉണ്ടല്ലോ. അപ്പം അല്ല ഞാൻ അപ്പോൾ എനിക്ക് ഉണ്ണി ഭയങ്കര ഇമ്പ്രസ്ഡ് ആയത് അപ്പോഴാണ് ആക്ച്വലി. കാരണം പുള്ളി അത് അറിയാമല്ലോ, എനിക്കത് അറിയില്ലായിരുന്നു.
അപ്പോൾ പുള്ളിക്കൊരു ഫ്രണ്ട് ഉണ്ട് ആക്ച്വലി ഇതുപോലെ, അതുകൊണ്ട് പുള്ളിക്ക് അറിയാവുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ അറിയുന്നത്. ഇപ്പോൾ ഞാൻ സുധി വാൽമീകം ചെയ്യുമ്പോൾ എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ് സുധീന്ന്. അപ്പോൾ അതുള്ളതുകൊണ്ട് എനിക്ക് കുറേ, അല്ലെങ്കിൽ നമുക്ക് വിൽക്കുന്ന പറഞ്ഞാൽ അങ്ങനെ തമാശയായിട്ടുള്ളൊരു സംഭവം അങ്ങനെയല്ല. അപ്പോൾ ഉണ്ണിക്ക് അങ്ങനെ ഒരാളെ അറിയാവുന്നതുകൊണ്ട് അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. കാരണം പുള്ളി ആളെ കണ്ടിട്ടുണ്ട്, അയാളെ അറിയാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടി മാറ്റി വലുതാക്കിയത്. കാരണം ആക്സിഡൻറ്റ് കോളേജിൽ പഠിക്കുമ്പോഴാക്കി, അതുകൊണ്ട് പുള്ളി വലുത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ജയ് ഗണേഷ്, അപ്പോൾ ജയ് ഗണേഷ് ആക്ച്വലി ഒരു ഞാൻ ആലോചിച്ചിട്ടുള്ളത് ആസ് എ ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികളില്ലേ, ആ കുട്ടികൾക്ക് കേട്ടർ ചെയ്യുന്ന ഒരു ഫിലിം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ളൊരു ചാലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നു. ഒരിക്കലും വർക്കാവില്ല. അപ്പോൾ അത് ട്രൈ ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ സിനിമ പലപ്പോഴും ഉണ്ടാകുമ്പോൾ, ഇത് കുട്ടികളുടെ സിനിമ ഞാൻ പറഞ്ഞില്ല, ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു മാർവലിൻ്റെ ഫിലിംസൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഞാൻ കമ്പയർ ചെയ്യില്ല കേട്ടോ. ഞാൻ പറയുന്നത് അതിൽ ഭയങ്കരമായിട്ട് ത്രിൽസ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഈ സോഷ്യൽ ഇഷ്യൂസ് ഇല്ലേ, ഈ സോഷ്യൽ ഇഷ്യൂസ് പോലും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ എൻ ഗെയിമിൽ താനോസ് എന്തുകൊണ്ട് ഡിസ്ട്രോയ്ഡ് ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ, കുട്ടികൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ബിക്കോസ് ദേ ആർ മോർ കൺസേൺ അബൌട്ട് എൻവയോൺമെന്റ്. നമ്മളവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ ആ ടൈപ്പ് ഓഫ് കുട്ടികൾക്ക് ബേസിക്കലി ഉണ്ടാവുന്ന ടെംപ്ലേറ്റ് സ്റ്റോറി ഉണ്ടല്ലോ, അതാണ് ജയ് ഗണേഷ്. എ വീക്ക് ഹീറോ, why Unni? Because kids love Unni. Absolutely. അപ്പോൾ it is actually designed like that. എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിലേക്കാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ കുട്ടികളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മലയാളത്തിൽ പെട്ടെന്ന് ആലോചിക്കുന്നത്, പണ്ട് നമ്മൾ ലാലേട്ടനെ പറ്റിയിട്ടായിരിക്കുമല്ലോ പറയുന്നത്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ. അതുപോലെയാണ് ഇപ്പോൾ ഉണ്ണിക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു മേ ബി അതിന് ഒരു വലിയ കാരണം മാളികപ്പുറവും കൂടിയാണെന്ന് പറയണം. കാരണം മാളികപ്പുറവും കൂടി വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, ഉണ്ണിയുടെ ഈ കുട്ടികളുടെ ഇഷ്ടത്തിൻ്റെ ഒരു സംഭവം പറയാം. എന്ന് വെച്ചാൽ എനിക്ക് ബെൽസ് പാൽസി വന്ന് ഞാൻ അവിടെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത്, നമ്മുടെ അനന്തപുരിയിൽ കിടക്കുന്ന സമയത്ത് ഉണ്ണി വന്നു. അപ്പോൾ നമ്മളെ കാണാൻ കുറച്ച് ആൾക്കാർ വരുന്നപ്പോൾ അതിൽ ഉണ്ണി വന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണി കയറി വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് PR ഇങ്ങനെ ബാക്കിലൂടെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കയറി കഴിഞ്ഞ് എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ കുട്ടികൾ വന്ന് നിൽക്കുകയാണ്. വേറെ ഒന്നിനുമല്ല, ഉണ്ണി ഒന്ന് കാണണം, ഉണ്ണിയുടെ കൂടെ ഫോട്ടോ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലേ, അതെ വയ്യാത്ത കുട്ടികളാണ്, ഫോട്ടോ എടുക്കണമെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് കാരണം എന്ത് ചെയ്യുന്നത്, എന്നെ റൂം മാറ്റിയവർ, നിങ്ങൾ ഇവിടെ കിടന്നാലേ ഇവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ അത്രയും അധികം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. എന്ന് വെച്ചാൽ അതും ഒരു കരിയറിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് ഈ ഒരു ട്രാൻസിഷൻ സംഭവിച്ചത്. ബട്ട് ഗ്ലാഡ്. ഇപ്പോൾ ഇങ്ങനത്തെ സിനിമ ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഈ കഥ കേൾക്കുന്നതും, ഈ എസ്പെഷ്യലി ഒരു ടൈപ്പ് ഓഫ് കഥ വേറെ ഇതിനകത്ത് സെൻസ് ഓഫ് ഫാൻറ്റസി, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ സെൻസ് ഓഫ് ഹോപ്പ്. ഈ നായകൻ എന്ത് ചെയ്യും, അയാൾ എങ്ങനെ അതിജീവിക്കും ഈ പ്രശ്നത്തെ. ആൻഡ് മൊത്തത്തിൽ ഇപ്പോൾ ഇതിൽ നമ്മൾ സൂപ്പർ ഹീറോ എലിമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞ, എന്താ പറയുക, ഇയാൾ എന്തായാലും എണീറ്റ് നിന്ന് പറക്കാൻ പോകുന്നില്ല, അങ്ങനത്തെ ഒരു സൂപ്പർ ഹീറോ അല്ല. ആ സെൻസിലല്ല സൂപ്പർ ഹീറോ എന്ന് പറയുന്നത്. സൂപ്പർ ഹീറോയിസം ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണല്ലോ, പക്ഷെ ഇങ്ങനെയല്ലല്ലോ. ഞാൻ പടം അനൗൺസ് ചെയ്തപ്പോ പറഞ്ഞു ഇതില് നമുക്ക് എന്നെ ടോർച്ചർ ചെയ്തിട്ട് എല്ലാവരും എന്നോട് പറക്കൂ ഗണപതിയായിട്ട് വരുമോ. ഇപ്പൊ നമ്മൾ പടം റിലീസായിട്ട് പറയുമ്പോ പറയണ്ട, ഞാൻ കണ്ടോളാം. അല്ല, പക്ഷെ മിഥുനാണ് ചോദിച്ചത്. അല്ല ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി ആക്ച്വലി. ഇറ്റ്സ് എ സെൻസ് ഓഫ് എന്താ പറയാ, സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ഫീൽ ചെയ്യും ഒരു പടം ചെയ്യുമ്പോൾ. അത് സംഭവിച്ചിട്ടുണ്ട് ഉറപ്പായും. ഞാൻ അതാ പറഞ്ഞേ. പക്ഷെ ഇപ്പൊ ആ പറഞ്ഞ സാധനത്തിൽ നിന്ന് സെഗ്വേ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഉണ്ണിയുടെ ഇപ്പോഴുള്ള സെലക്ഷൻ ഓഫ് സ്ക്രിപ്റ്റുകളിൽ ഇനിയിപ്പോൾ വരാനിരിക്കുന്നതും കൂടി ഒരെണ്ണം കൂടി ചേർത്തെടുത്ത് പറയാം, ഫാന്റസി ഭയങ്കരമായിട്ട് ഇപ്പൊ സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, ഇതിന് മുന്നേ തന്നെ ഞാനിതിന് ഒരു മുறை വന്ന് പാർത്തായല് ഉണ്ട് യക്ഷി, അതിന് മുന്നേ കേൾഡൻ 10 ജിന്നുണ്ട്, ഇപ്പോ ജയഗണേഷായി, മാളികപ്പുറം. ഇനി വരാൻ പോകുന്ന ഒരു ഈ ഗന്ധർവ്വണ്ട്. എനിക്ക് തോന്നുന്നത് സിനിമ ഒരു മാജിക്കൽ വേൾഡാണ്. സിനിമയുടെ എക്സ്ട്രീം അതാണ്. ഇപ്പൊ ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബ്ലസ്സി സാറിന്റെ ഇന്റർവ്യൂ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഹൗ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പുള്ളിയുടെ പേഴ്സ്പെക്റ്റീവിൽ പുള്ളി ഷൂട്ട് ചെയ്ത കാര്യം, ദർ ഈസ് എ സെൻസ് ഓഫ് ലിബർട്ടി ഉണ്ട് അപ്പോൾ സിനിമ നമുക്ക് ഈ ഒരു ഫ്രീഡം തരുന്ന ഒരു മേഖലയാണ്. അതായത് നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, ആൻഡ് ഷൂട്ട് ചെയ്ത് കാണിക്കാം ആൾക്കാരെ. പുസ്തകത്തിൽ പിന്നെ ഇപ്പോൾ ഒരാൾ ചിന്തിച്ചു, പുസ്തകത്തിൽ എഴുതി, പിന്നെ മിഥുൻ വായിക്കുന്നത് മിഥുൻ്റെ പേഴ്സ്പെക്റ്റീവിൽ പോകുന്ന ഇതായിരിക്കും. യു വിൽ നോട്ട് ഗെറ്റ് വാട്ട് ഐ wrote. Actually I feel so. പക്ഷെ സിനിമയ്ക്ക് എനിക്ക് ഇഫ് ഐ ക്യാൻ തിങ്ക് ഇറ്റ് ഐ ക്യാൻ ഷൂട്ട് ഇറ്റ് എന്ന്
ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐ ഫീൽ എനിക്ക് എപ്പോഴും ഒരുപാട് ഇത്തരം കഥകളും ഇത്രയും ഫാൻറ്റസി ബേസ്ഡ് കാര്യങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ഗിവൻ എ ചോയ്സ് ഇങ്ങനെ കഥകൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് പോവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതെ അതെ. അപ്പോൾ വിൽ സി. പക്ഷേ ഓവർഡോസ് ഓഫ് ഇതാക്കാൻ നോക്കുന്നില്ല. ഗന്ധർവ അതൊരു എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. ദൈവം സഹായിച്ചിട്ട് അത് ഞാൻ വിചാരിക്കുന്ന പോലെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എ മിറാക്കുലസ് തിങ്. അതായിരിക്കും. അതിനും കാത്തിരിക്കുന്നു, അത് ഉറപ്പായിട്ടും. ഞാൻ ചോദിക്കുന്നത് ഇനി കുറച്ച് കാസ്റ്റിങ്ങിലോട്ട് പോകും. നേരത്തെ അച്ഛൻ്റെ കഥാപാത്രം പറഞ്ഞതുകൊണ്ട് ചോദിക്കട്ടെ. ഞാൻ ഒരുപക്ഷെ ട്രെയിലറിൽ കണ്ടപ്പോൾ ഞാനത് ഇന്നലെ ഉണ്ണിയോട് സംസാരിക്കുകയും ചെയ്തൊരു കാര്യമാണ്. അശോകേട്ടൻ്റെ ക്യാരക്ടർ, അശോകേട്ടനെ ഒന്ന് ഇതിൽ കാസ്റ്റ് ചെയ്തത്, ഉണ്ണിയുടെ അച്ഛനായിട്ട് കാസ്റ്റ് ചെയ്തത്, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് പുള്ളിയുടെ ക്യാരക്ടർ ഇതിനകത്ത് കാണുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പുള്ളി ചെയ്തുകൊണ്ട് വരുന്ന കഥാപാത്രങ്ങൾ, ഈ പ്രായമായ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ലെവലും ഡിഫറെൻറ്റ് ടോണും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ അച്ഛൻ കഥാപാത്രത്തിൽ ആദ്യമേ തന്നെ കാസ്റ്റിംഗ് അശോകനിലേക്കാണ് എത്തിയത്. എനിക്ക് ഓർമ്മയില്ല സത്യം. എന്നാലും സീരിയസ് ആയിട്ട് ആലോചിച്ച അശോകൻ ചേട്ടനായിരുന്നു. അപ്പം പുള്ളിയോട് സംസാരിച്ചു, ഫോണിൽ സംസാരിച്ചു, പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും സ്ട്രേഞ്ച്ലി സിനിമ കണ്ട ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ വളരെയധികം ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ചിലപ്പോൾ ഉണ്ണിയേക്കാൾ കൂടുതൽ അശോകൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഐ ഡോണ്ട് നോ വൈ. കാരണം അത് ചിലപ്പോൾ ആ സീൻസിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം, അതിൻ്റെ അത് ചെറിയ ഇമോഷൻ ഉണ്ട്, അതിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കും. പുള്ളി ഭയങ്കര രസമുള്ളൊരു ആക്ടറാണ്. പല ആക്ടേഴ്സും ഉണ്ട്, അവർ എന്താ പറയുക, പല രീതിയിൽ ഹൗ ദേ ലുക്ക് അറ്റ് ദെയർ ലൈഫ് എന്ന് പറയില്ലേ. അശോകൻ ചേട്ടൻ വളരെ സംതൃപ്തനാണ്, വളരെ ഹാപ്പിയാണ്. വാട്ട് എവർ ഹാപ്പൻഡ് ഈ ലുക്സ് അറ്റ് എവറിത്തിങ് ആസ് എ ബ്ലെസ്സിങ്. കിട്ടുന്നതെല്ലാം അങ്ങനെ കാണുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. എനിക്ക് ലിമിറ്റഡ് എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പം പുള്ളി ഇതുപോലെ തന്നെ നമ്മളായിരിക്കും ഇവർക്ക് വലിയ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷേ അത് നമുക്ക് മനസ്സിലാവുക എങ്ങനെയാണെന്നറിയോ, ഒരു കുഴപ്പമുള്ളൊരു ഡയലോഗ് ഉണ്ടെങ്കിൽ പുള്ളി കറക്റ്റായിട്ട് പറയും. അത് ഒന്ന് ഇത് ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മളൊന്ന് കറക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള അവർ എക്സ്പീരിയൻസ് വരുന്ന ഒരു സംഭവം. നമുക്ക് എക്സ്പീരിയൻസ് കുറവല്ലേ. അപ്പം അശോകൻ ചേട്ടൻ ഞാൻ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ 95% പുതിയ ആൾക്കാർ, ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഹരീഷ് പേരടിയാണ് ഉള്ളത്. ഞാൻ വർക്ക് ചെയ്ത ഒരാൾ നേരത്തെ പ്രേതത്തിലും വർഷത്തിലൊക്കെ ഹരീഷുള്ളത്. ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു രസമുള്ള പരിപാടിയായിരുന്നു. വണ്ടർഫുൾ അല്ല, അതെല്ലാം ആ ഫ്രഷ്നെസ്സും ഒക്കെ പടത്തിൽ കാണാം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും റിലീസാവുന്നു, തിയേറ്ററിൽ പടം എത്തുന്നു എന്നുള്ളതാണല്ലോ ഇനി അടുത്തത്. എന്തായാലും ഈ മഴയുടെ ഇടയിലും നമ്മളെല്ലാവരും തന്നെ ഇപ്പൊ എന്താ ഇന്ന് ഞാൻ അത് ശരിക്കും അത് വായിക്കുക തന്നെ വേണമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ചോദിച്ചു, ഉണ്ണി അവിടെ വരുമോ, തിയേറ്ററിൽ വരുമോ? മഴയാണെങ്കിലും ഞാൻ ഇറങ്ങി വരാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് ചോദിച്ചതാണെന്ന്. ഉണ്ണി തിയേറ്ററിൽ എത്തുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ്, നമുക്കറിയാം അവിടുത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും എത്തുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കൃത്യമായിട്ട്. പക്ഷേ എന്നാലും എന്തായാലും ഇതുവരെ വന്നതല്ലേ. ഇന്ന് പ്രിവ്യൂ ഷോസേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ വന്നതുകൊണ്ട് നമ്മളൊരു പ്രിവ്യൂ. അതെ, 2 ഷോ ഉണ്ട്. 2 അൽഗുറേർ സ്റ്റാർ സിനിമാസിലാണ് നടക്കുന്നത്. അൽഗുറേറിന്റെ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ചില ഉണ്ണി ശരിക്കും ഇപ്പം ജയഗണേഷിന്റെ തുടക്കം തൊട്ട് നമുക്കറിയാവുന്നതുപോലെ അതിനകത്തെ എടുത്തു പറയേണ്ടത് രഞ്ജിത്തേട്ടനും കൂടി ഉള്ളതാണ്. ഈ ആനിമേഷന്റെ വേറൊരു ലെവല് നമുക്കതിനകത്ത് കാണാനുണ്ട്. സാധാരണഗതിയിൽ ഒരുപക്ഷെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. നമ്മളിപ്പോൾ ശരിക്കും ജാപ്പനീസ് ആനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു മാംഗയുടെയൊക്കെ സ്റ്റൈലിലുള്ള കാർട്ടൂൺ ആനിമേഷൻ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? അത് നമ്മുടെ അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്തതാണോ അതോ? അത് ആക്ച്വലി ഈ കഥ ഉണ്ടായല്ലോ, അപ്പോൾ ഇതിൽ എൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇത് ആര് ചെയ്യുന്നുള്ളത്. അപ്പം അങ്ങനെ ഒരാളില്ല. അപ്പം ഞാൻ ആക്ച്വലി ഈ ബോംബെയിലും ഹൈദരാബാദിലും ഒക്കെയുള്ള ഈ ആനിമേഷൻ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ പലരെയും സമീപിച്ചു. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇത് കിട്ടുന്നില്ല. പിന്നെ നമുക്കൊരു അത്യാവശ്യം ഫുൾ ടൈം നമ്മളിവിടെ ഒന്ന് ചെയ്യുന്ന ഒരാളും കൂടെ വേണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഫോണിൽ ഇങ്ങനെ ആനിമേറ്റർ സെർച്ച് ചെയ്തപ്പോൾ ബാലു ആനിമേറ്റർ അതെങ്ങനെ ആ കോണ്ടാക്ട് വന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോഴും ബാലു ആനിമേറ്റർ എന്ന് സേവ് ചെയ്തിരിക്കുന്നു. അവൻ ആനിമേറ്റർ അല്ല ആക്ച്വലി, അല്ല അവൻ ആനിമേഷൻ ചെയ്യുന്ന ആളല്ല, ഈസ് എ ആർട്ടിസ്റ്റ്, സ്കെച്ച് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ബാലു പലപ്പോഴും നമ്മൾ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുക, പലപ്പോഴും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനീഷ്യലി ബാലുവിന് മെസ്സേജ് അയച്ചു. അപ്പോൾ ബാലുവിന് താല്പര്യം മറ്റെന്തോ കാര്യങ്ങളാണെന്നൊക്കെയാണ് ബാലു വിചാരിച്ചത്. ബാലുവിന് സിനിമ എഴുതാനൊക്കെ താല്പര്യമുണ്ട് എന്നൊക്കെ തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതാണ് കാര്യം എന്ന് പറയുമ്പോൾ ബാലുവിന് താല്പര്യമില്ല.
താല്പര്യമില്ല. അത് പുള്ളിക്ക് അതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് പുള്ളി ഒരു കുറേ പ്രശ്നങ്ങളിലൊക്കെ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ നമ്മുടെ കയ്യിലുള്ള ആളാണ്, അപ്പോൾ കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ 1-2 മാസം ഇങ്ങനെ ശ്രമിച്ച് അവസാനം ഈ സിനിമയുടെ പൂജയ്ക്ക് വന്നപ്പോൾ ബാലു വന്നു. പൂജയ്ക്ക് വന്നിട്ട് ബാലുവിനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ബാലു എന്നോട് പറഞ്ഞു അല്ല സാർ, എനിക്കിപ്പോൾ സംവിധാനം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ ഇതാണ് സംവിധാനം. അതായത് ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളെ ഇതിൽ കൊണ്ടുവന്ന് ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ഇതിൽ അവൻ്റെ ആവശ്യമാക്കി മാറ്റി, അവൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഇത് ചെയ്ത്. ബട്ട് ദെൻ ഐ തിങ്ക് ഈസ് എ ജീനിയസ്. അത് അല്ല, അയാളുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമാണ്. കാരണം എനിക്ക് ഇപ്പം ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ പുള്ളി സജസ്റ്റ് ചെയ്തത് അങ്ങനെ ചെയ്യും. അത് കുറേ ട്രയൽ ആൻഡ് എററിലാണ് കേട്ടോ. കണ്ടിന്യൂസ് ആക്ടിവിറ്റി, ഇങ്ങനെ വരയ്ക്കാം അങ്ങനെ വരയ്ക്കാം ഇങ്ങനെ. ഇപ്പോൾ നമ്മൾ എയിലൊക്കെ ഒരുപാട് ട്രൈ ചെയ്തു. എയിൽ ട്രൈ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഒരാളെ കിട്ടും, അടുത്ത പ്രാവശ്യം വേറെ ആളെ കിട്ടും. അപ്പോൾ പിന്നെ ആ ഒരെണ്ണം ഫിക്സ് ആയ ഒരാളെ, പക്ഷെ അതൊന്നും ശരിയാവുന്നില്ല. ഇതിൽ ബേസിക്കലി ഇറ്റ്സ് അബൌട്ട് ഡീറ്റെയിലിംഗ്, ഇറ്റ്സ് അബൌട്ട് എലമെന്റ്സ്. അതായത് ഇവിടുത്തെ ഒരു ചെറിയൊരു സാധനം. സോ യു ഷുഡ് ഹാവ് എ ഡീപ്പർ നോളജ് ഓഫ് നമ്മുടെ ഹിസ്റ്ററി. ഒരു ഇന്ത്യൻ ആളെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹം കുട്ടികളുടെ മനസ്സാണ് ബാലുവിന്. അപ്പോൾ ബാലു ഇങ്ങനെ കുട്ടിയായിരിക്കുമ്പോൾ നടക്കുമ്പോൾ പുള്ളിയുടെ വിചാരം നടക്കുമ്പോൾ എനിക്ക് റോട്ടിൽ നിന്ന് ഒരു സാധനം കിട്ടും, അതെടുത്ത് ഞാൻ സൂപ്പർ ഹീറോ ആവും. ജെനുവിൻലി അങ്ങനെ വിശ്വസിച്ച് ഇപ്പോഴും അങ്ങനെയാണ്. ബാലു ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ബാലുവിനോട് ചോദിച്ചു, അപ്പോൾ എനിക്കത് കുറച്ചുകൂടെ ഉണ്ണിയായിട്ട് ഭയങ്കര കണക്ഷൻ ഫീൽ ചെയ്തു. അപ്പം നമ്മൾ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചുബേ കിട്ട് അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് നമ്മൾ ആദ്യം കണ്ടിട്ടില്ല. ഇത് ഭയങ്കര ബോഡി ബിൽഡിംഗ് ഒക്കെ ഉള്ള ആർട്ടിസ്റ്റ്. അപ്പൊ ഞാൻ ബാലുവിനോട് ചോദിച്ചു, എന്താ ബാലു ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്? ബാലു പറഞ്ഞാൽ എനിക്ക് സൂപ്പർ ഹീറോ ആവാൻ പറ്റിയില്ല, സൂപ്പർ ഹീറോ ബോഡിയെങ്കിലും. ബാലു അങ്ങനെ പറഞ്ഞ ഞാനത് വിചാരിച്ച ജിമ്മി പോയി. അറിഞ്ഞൂടെ ഇതെന്താന്നറിയില്ലേ, സൂപ്പർമാനോടുള്ള ആരാധന മൂത്ത് ജിമ്മി പോയ ആളാണ്. ബാലുവിന്റെ ക്രിയേഷനാണ് അത് മുഴുവൻ. അതായത് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കഥയിൽ പോലും ഞാൻ വെള്ളത്തിൽ നിന്ന് പവർ കിട്ടുമെന്ന് പറഞ്ഞ പോലെ അതിൽ പോലും എനിക്ക് കുട്ടികളുടെ ഒരു മനസ്സില്ല. ഞാൻ തീരെ അത്ര ഇന്നസെന്റ് അല്ല, കുഴപ്പമാണ്. അതായത് ഉണ്ണി അല്ല, എനിക്ക് കുട്ടികളുടെ ഇപ്പം ഈ സിനിമയിൽ കുട്ടിയായിട്ടുള്ള സീൻസൊക്കെ ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് ഉണ്ണിയാണ് അതിന്റെ മെയിൻ റീസൺ. ഈവൻ ജയനും ഭയങ്കര നന്നായിട്ട് കുട്ടികളോട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് അതിന് ക്ഷമ വേണം, നമുക്കതില്ല. എൻ്റെ മോൾ അഭിനയിച്ചിരുന്നു 2 സിനിമയിൽ. ആ മോള് അപ്പോൾ ജയൻ്റെ അടുത്താണ് അവൾ ഫുൾ ടൈം. അപ്പോൾ ജയനാണ് അഭിനയിപ്പിക്കുന്നത്, മനസ്സിലായോ? ഞാൻ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഒരു പ്രശ്നം, ദേഷ്യമല്ല, നമുക്ക് എനിക്ക് കുട്ടികളെ വർക്ക് ചെയ്യാൻ വിഷമമാണ്. കാരണം എൻ്റെ മോളായതുകൊണ്ടല്ല, ഇത് ഇവരെ കൊണ്ട് എത്ര വേണേൽ കഷ്ടപ്പെടുത്താം. പക്ഷെ ഒരു കുട്ടീനെ കൊണ്ട് നമുക്ക് എങ്ങനെ അത് ചെയ്യിക്കാം? അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇവരെ ഏൽപ്പിച്ചാങ്ങ അങ്ങനെ കഷ്ടപ്പെടുത്തിയ ഉണ്ണിയെ എനിക്ക് നേരെ ഓപ്പോസിറ്റ്. കുട്ടികളുമായിട്ട് വർക്ക് ചെയ്യാനും ഇറ്റ്സ് മോർ. എനിക്ക് കുട്ടികളോട് ഒരു റീടേക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അവര് വർക്ക് ആയിട്ടില്ലല്ലോ. അതായത് ഉണ്ണിയുടെ അടുത്ത് പറയാൻ ബുദ്ധിമുട്ടില്ല, ഉണ്ണിയുടെ അടുത്ത് പറയാൻ. പക്ഷെ ഉണ്ണിക്ക് അങ്ങനെ ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. അല്ല, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ണിയുടെ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഉണ്ണി എത്രത്തോളം ടേക്ക് എടുക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അത്രത്തോളം കമ്മിറ്റഡ് ആയിട്ട്. ഉണ്ണിയുടെ ഒരു രസം എന്തായിരുന്നറിയോ, ഉണ്ണി സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ഇപ്പം നമുക്ക് പലപ്പോഴും ആക്ച്വലി ഇത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ടഫ് റോളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് പ്രോപ്പർലി ഷൂട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവന്നാൽ തന്നെ ഒരു വിജയമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. എഫക്റ്റീവ്ലി ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് ഓക്കെ ആണെന്ന് തോന്നുക. ബിക്കോസ് ഒരു ടെക്കി ആയിട്ട് ഫീൽ ചെയ്യണം, അയാൾ ചെയ്യുന്നതൊക്കെ കൺവിൻസിങ് ആവണം. പിന്നെ അയാൾ വീൽ ചെയർ കൺവിൻസിങ് ആവണം, അയാൾ ലെഗ്സ് കൺവിൻസിങ് ആവണം, അതിൻ്റെ ഉള്ളിൽ അയാൾക്ക് ഇമോഷൻസ് വരണം, അതിൻ്റെ ഉള്ളിൽ അയാൾ അത് വെച്ച് വീൽ ചെയർ വെച്ച് ചേസ് ചെയ്യണം, അത് കൺവിൻസിങ് ആയിട്ട് തോന്നണം. അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ ഞാനിത് ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് അതെങ്ങനെ ഷൂട്ട് ചെയ്യണം, അതിന് ഷോർട്ട് വൈസ് ഒക്കെ ആലോചിച്ചു എന്നുള്ളതല്ലാതെ അത് ഉണ്ണി എങ്ങനെ